ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ഡി എസ് ഒൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷണാലിറ്റിയെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ട്രീജിയോളിൻ്റെ DS1052E എന്ന സീരീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്, കുറേ ഇൻപുട്ട് ചാനലുകളുണ്ട്, ഒരു വേവ് ഫോമിൻ്റെ സിമ്പിളുള്ളൊരു പിന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു USB പോർട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിവിടെ ഈ ബട്ടണുകൾ കാറ്റഗറൈസ് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മെനു എന്നുള്ളൊരു സെക്ഷനിൽ ഒരു 6 ബട്ടണുണ്ട്. അതുപോലെ റൺ കൺട്രോൾ എന്ന സെക്ഷനിൽ 2 ബട്ടണുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ എന്ന സെക്ഷനിൽ ഇത്രയും ബട്ടണുണ്ട്. വെർട്ടിക്കലിൽ വരുന്നതാണ് ചാനലുകൾ, ചാനൽ 1, ചാനൽ 2. ഇത് നമ്മൾ ചാനൽ 1, ചാനൽ 2 ഒക്കെ ഓൺ ഓഫ് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് മാത്ത് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ റെഫറൻസ് വേണ്ടിയിട്ട് റെഫറൻസ് ബട്ടണുണ്ട്. വെർട്ടിക്കൽ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ വെർട്ടിക്കൽ സ്കെയിലിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒറിസോണ്ടൽ ബട്ടണിൻ്റെ കാറ്റഗറിയാണിത്. ഒറിസോണ്ടൽ മെനു ഉണ്ട്. അതുപോലെ ഒറിസോണ്ടൽ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒറിസോണ്ടൽ സ്കെയിൽ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ട്രിഗർ എന്നൊരു മെനു ഉണ്ട്. ട്രിഗർ കുറിച്ച് നമ്മൾ പറയാം, വരുന്ന വഴിക്ക് പറയാം. എനിവേ ട്രിഗറിന് മെനു ഉണ്ട്. അതുപോലെ ട്രിഗറിൻ്റെ 50% ട്രിഗർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ നമുക്ക് ഫോഴ്സ് ട്രിഗർ ചെയ്യാം. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ഓസിലോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എഴുതിയ ഇൻപുട്ട് വോൾട്ടേജാണ്. 1 മെഗാവും 50 പൈക്കോ ഫാരഡ് ഇൻപുട്ടോട് കൂടിയ മാക്സിമം നമുക്ക് 300 വോൾട്ട് RMS കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ടുകളാണ്. നമുക്കിത് ഓണാക്കി നോക്കാം. ചാനൽ 1 നമ്മൾ സെലക്ട് ചെയ്താൽ ആ ബട്ടൺ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഞാൻ ചാനൽ 1 ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഓട്ടോ എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന സെറ്റിങ്സിലേക്ക് DSO റീസെറ്റ് ആവും. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്, അത് നമുക്കൊരു ഇവിടുന്ന് വരുന്ന ഈ വേവ് ഫോം ചാനലുകളിൽ കണക്ട് ചെയ്തത്. ഗ്രൗണ്ട് ടെർമിനൽ ഗ്രൗണ്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു വേവ് ഫോം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വേവ് ഫോം സ്റ്റേബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേവ് ഫോം നമുക്ക് മോണിറ്റർ ചെയ്യാൻ, അതിനെ അനലൈസ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. കാരണം ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ടൈം സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടും വെർട്ടിക്കൽ ലൈൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ടൈമിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഞങ്ങൾക്ക് വേവ് ഫോം കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് അത് സ്റ്റേബിളല്ല. ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രിഗർ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. ഒരു ഓസിലോസ്കോപ്പിൻ്റെ ട്രിഗർ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ട്രിഗർ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഒറിസോണ്ടൽ സ്വീപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഒറിസോണ്ടൽ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ഓസിലോസ്കോപ്പുകളെല്ലാം ഒരു ഇലക്ട്രോൺ ബീം ഒറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ വേവ് ഫോം ഉണ്ടാക്കുന്നത്. ഈ ഒറിസോണ്ടൽ ആക്സിസ് കൂടെയുള്ള നമ്മൾ ഇലക്ട്രോൺ ബീമിൻ്റെ മൂവ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ ഒറിസോണ്ടൽ സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വീപ്പ് റേറ്റ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ട്രിഗർ എന്ന് മനസ്സിലാക്കാം. അതായത് നമ്മളുടെ ഓസിലോസ്കോപ്പിൻ്റെ സ്വീപ്പ് റേറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവണം. എങ്കിലേ നമ്മൾക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു
സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യിക്കുള്ളൂ നമ്മളുടെ ഓസിലോസ്കോപ്പ്. അപ്പോൾ ഇതാണ് ട്രിഗറിൻ്റെ ഇമ്പോർട്ടൻസ്. മോഡേൺ ഓസിലോസ്കോപ്പിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രിഗേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണ് അവ നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രിഗറിങ് മെത്തേഡാണ് എഡ്ജ് ട്രിഗറിങ്. എഡ്ജ് ട്രിഗറിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ സെലക്ട് ചെയ്യും. അതായത് ഇപ്പോൾ റേസിങ് എഡ്ജിൽ ലോവർ ടു അപ്പർ വോൾട്ടേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിഗ്നൽ ആ ഡയറക്ഷനിൽ എത്തുമ്പോൾ മാത്രം ട്രിഗർ ചെയ്ത് നമുക്ക് വേവ് ഫോം കാണാൻ കഴിയും. അതേപോലെ തന്നെ ഫാളിങ് എഡ്ജിലും അപ്പർ ടു ലോവർ വോൾട്ടേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസിലോസ്കോപ്പ് ആ പെർട്ടിക്കുലർ റീജിയനിൽ എത്തുമ്പോൾ ട്രിഗർ ആവും. സ്ലോപ്പ് ട്രിഗറിങ് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രിഗർ എപ്പോഴാവുക വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ലോപ്പ് ആണ്. അതായത് ഒരു സിഗ്നലിൻ്റെ സ്ലോപ്പിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിൽ നമുക്ക് നമ്മളുടെ സിഗ്നൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ സ്ലോപ്പ് ട്രിഗറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൾസ് വിഡ്ത്ത് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസിലോസ്കോപ്പിനെ ട്രിഗർ ചെയ്യിക്കാൻ എപ്പോൾ ഒരു പൾസ് വിഡ്ത്തിൻ്റെ സ്പെസിഫിക് വിഡ്ത്തിൽ നമുക്ക് ഓസിലോസ്കോപ്പിനെ ട്രിഗർ ചെയ്യിക്കാം. അത് എക്സ്റ്റേണൽ ട്രിഗർ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഒരു സിഗ്നലിലെ ഗ്ലിച്ചസൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ നമുക്ക് വീഡിയോ ട്രിഗറിങ് എന്ന മെത്തേഡുണ്ട്. വീഡിയോ ട്രിഗറിങ് വീഡിയോ സിഗ്നൽ ഉപയോഗിച്ചിട്ട് ഉള്ള ട്രിഗറിങ് ആണ്. അത് നമുക്ക് വീഡിയോ സിഗ്നൽ എന്താണെന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷമേ ഇത് അണ്ടർസ്റ്റാൻഡ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റൊരു ഫീച്ചറാണ് ആൾട്ടർനേറ്റീവ് ട്രിഗറിങ്. ആൾട്ടർനേറ്റീവ് ട്രിഗറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ചാനൽ 1 ഒരു സിഗ്നലും ചാനൽ 2 വേറൊരു സിഗ്നലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓസിലോസ്കോപ്പ് ഫസ്റ്റ് സ്വീപ്പിൽ ഒറിസോണ്ടൽ സ്വീപ്പിൽ ചാനൽ 1 എടുത്തിട്ട് സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യും. സെക്കൻഡ് സ്വീപ്പിൽ ചാനൽ 2 എടുത്തിട്ട് ട്രിഗർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രിഗറിങ് നടന്നുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു മെക്കാനിസമാണ് ആൾട്ടർനേറ്റീവ് ട്രിഗറിങ്. ഇതെപ്പോഴാണ് യൂസ്ഫുൾ ആവുക വെച്ചാൽ നമുക്ക് 2 ഡിഫറെൻറ്റ് സോഴ്സ് നമുക്ക് അറ്റ് എ ടൈം ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഈ ഫങ്ഷനാലിറ്റി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ബേസിക്സ് ഓഫ് ട്രിഗറിങ് മെക്കാനിസം മനസ്സിലാക്കി. ഇനി നമുക്ക് ഇവിടെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെയാണ് ട്രിഗർ മെനു ഉള്ളത്. നമുക്ക് ട്രിഗർ മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ് കീ വരും, ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് നമ്മൾ എഡ്ജ് ട്രിഗറിങ് സെലക്ട് ചെയ്യുക. എഡ്ജ് ട്രിഗറിങ്ങിൻ്റെ ലെവലാണ് നമുക്കിവിടെ എഡ്ജ് ട്രിഗറിങ്ങിൻ്റെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. 2.56 അങ്ങനെ ഒരു വാല്യൂ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രിഗറിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ സ്വീപ്പ് ഇവിടെ കണ്ടില്ലേ, സ്വീപ്പ് എപ്പോഴും നോർമലായിരിക്കണം. അപ്പോഴേ നമ്മൾ ട്രിഗർ സിഗ്നൽ അത് ക്യാപ്ചർ ചെയ്യുള്ളൂ. ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ ഓസിലോസ്കോപ്പിൻ്റെ ഇൻറ്റേർണൽ ട്രിഗറിങ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലിൽ ഇടണം നമ്മൾ എക്സ്റ്റേണൽ ട്രിഗറുകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതാണ് എഡ്ജ് ട്രിഗറിങ് നമ്മൾ ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇതിലുള്ളത് പൾസ് ട്രിഗറിങ് ആണ്. പൾസ് ട്രിഗറിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൾസിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് ട്രിഗർ ചെയ്യാം. ഇവിടെ കാണിക്കുന്നുണ്ട്. വെൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓരോ പൾസിൻ്റെ ഷേപ്പും കാണിക്കുന്നുണ്ട്. പൾസിൻ്റെ ഇൻറ്റേർണൽ ലെങ്ത്ത് വെച്ചിട്ട് ട്രിഗർ ചെയ്യിക്കാം. പൾസിൻ്റെ ഡിഫറെൻറ്റ് ഫോമിൽ നമുക്ക് പൾസിനെ ട്രിഗർ ചെയ്യിക്കാം. അതുപോലെ വേറെ മോഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് മോഡ് നമുക്ക് ഇവിടെ ട്രിഗർ ചെയ്യാനില്ല. ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ സോഴ്സിൻ്റെ നമുക്ക് സ്ലോപ്പിന് ട്രിഗർ ചെയ്യാം. പിന്നെ വീഡിയോ ട്രിഗറിങ് ആണ്. അതും ഇപ്പോൾ നമ്മൾക്ക് അപ്ലിക്കബിൾ അല്ല, നമ്മൾ വീഡിയോ സിഗ്നലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ആൾട്ടർനേറ്റീവ് ട്രിഗറിങ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് സിഗ്നൽ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ഒരേ സോഴ്സിൽ നിന്നാണ് 2 സിഗ്നൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചാനൽ ഡിസ്പ്ലേ കാണിക്കണം എന്നില്ല. ഇവിടെ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് ബേസിക്സ് ഓഫ് ട്രിഗറിങ്. നമ്മൾ ട്രിഗറിങ് മെക്കാനിസം മാറ്റാം, എഡ്ജ് ട്രിഗറിങ്ങിലേക്ക് ഇടാം.
ഇനി നമുക്ക് നോക്കുള്ളത് ഒരു വേവ് ഫോമിനെ ട്രിഗർ പ്രോപ്പറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേവ് ഫോം സ്റ്റേബിൾ ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ വേവ് ഫോമിനെ നമുക്ക് ഹ്യൂമൻ റീഡബിൾ വിസിബിൾ ഫോമിൽ ആക്കി വെക്കുക. അപ്പോൾ ചിലപ്പോൾ വേവ് ഫോം നമ്മൾ ട്രിഗറൊക്കെ സെറ്റ് ചെയ്താലും വേവ് ഫോം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ പൾസിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കാണാം, അല്ലെങ്കിൽ ടൈം എങ്ങനെ മെഷർ ചെയ്യാം, വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യാം എന്നൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ നമുക്ക് മെയിൻലി ഉപയോഗിക്കേണ്ടത് വെർട്ടിക്കൽ ഫങ്ഷനും ഹൊറിസോണ്ടൽ ഫങ്ഷനും. നമുക്കറിയാം ചാനൽ 1 ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ 1ൻ്റെ സോഫ്റ്റ് കീ ആക്ടിവേറ്റ് ആവും. ഇതിൽ നമുക്ക് DC, AC, ഗ്രൗണ്ട് എന്നിവ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ ഗ്രൗണ്ട്. അത് നമുക്ക് ഇവിടെ ഈ നമ്മളുടെ പൊസിഷൻ വെർട്ടിക്കൽ പൊസിഷൻ പ്രസ് ചെയ്ത് പ്രസ് കീ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിൻ്റെ സെൻട്രലായിട്ട് അത് അലൈൻ ആവും. നമ്മൾ DC കമ്പോണൻറ്റ് മാത്രമാണ് മെഷർ ചെയ്യുമെങ്കിൽ DC കമ്പോണൻറ്റിൽ ഇടാം. നമുക്കിവിടെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ഓഫാക്കി വെക്കുകയാണ്. അതുപോലെ പ്രോബിൻ്റെ ഇമ്പിഡൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. 1.5 അത് നമ്മൾ എപ്പോഴും 1ൽ ഇടുമ്പോൾ നമ്മൾ പ്രോബിന് ഇവിടെ ഒരു ഇമ്പിഡൻസ് ഉണ്ടല്ലോ, പ്രോബിൻ്റെ ഇമ്പിഡൻസ് വെച്ച് നമ്മൾ എപ്പോഴും ഈ പ്രോബിൻ്റെ ഇമ്പിഡൻസ് വെച്ച് നമ്മൾ എപ്പോഴും 1x ഇടുക. എപ്പോഴും 1x, ഇത് 1x 10x മാത്രമേ ഉള്ളൂ. അപ്പോൾ 1x ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓസിലോസ്കോപ്പിലും 1x ഇടുക. പിന്നെ ഫിൽറ്ററുകളുണ്ട് ഇവിടെ, ഡിജിറ്റൽ ഫിൽറ്റർ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വേവ് ഫോം ഡിസ്പ്ലേ ആയിക്കോളും. അപ്പോൾ നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ വേവ് ഫോമിൽ നമ്മൾ ശരിക്കുള്ള ഓരോ വേവ് ഫോമിൻ്റെ പൾസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം സ്കെയിൽ, നമ്മളെ ഒറിസോണ്ടൽ സ്കെയിൽ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേവ് ഫോമിലോട്ട് സൂം ചെയ്യാം. അതേപോലെ ഇവിടെ പൊസിഷൻ ഉണ്ട്, പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റാം. പിന്നെ ഇവിടെ ഉള്ള ഒരു ബട്ടൺ മെനു ആണ്. മെനു ടൈം മെനു ആണ്. അതിൽ നമുക്ക് ഡിലേഡ് ടൈം സെറ്റാക്കാം. നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം മാത്രം സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാം. അതുപോലെ ടൈം ബേസ്, നമുക്ക് ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് വൈ വേഴ്സസ് ടൈമാണ് ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 ഡിഫറെൻറ്റ് സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് വേഴ്സസ് വൈയും ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് സാമ്പിൾ റേറ്റ് ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഇത് ആക്റ്റീവ് അല്ല. ട്രിഗറിങ് ഓഫ്സെറ്റൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത്രയാണ് നമ്മളെ ഈ ഒറിസോണ്ടൽ മെനുവിലുള്ളത്. ബേസിക്കലി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു വേവ് ഫോം സൂം ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ടൈം സ്കെയിൽ ഇവിടെ കാണിക്കും. ഈ നോബ് തിരിക്കുമ്പോൾ ഇപ്പോൾ 50 ആണ് ഒരു ഡിവിഷൻ ഓഫ് സ്കെയിൽ കാണിക്കുന്നത്, 50 മൈക്രോ സെക്കൻഡ്. അത് നമുക്ക് 10 മൈക്രോ സെക്കൻഡ് 5 നാനോ സെക്കൻഡ് വരെ നമുക്ക് സൂം ചെയ്യാം. ഇനി അടുത്ത ഒരു മെനു ആണ് വെർട്ടിക്കൽ മെനു. നമ്മൾ വോൾട്ടേജ് റെഫറൻസിന് വേണ്ടി വോൾട്ടേജിൻ്റെ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പൊസിഷൻ വെർട്ടിക്കൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈം ഡിവിഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വോൾട്ടേജിൻ്റെ ഡിവിഷൻ ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2 വോൾട്ടേജ് ആണ്. അത് നമുക്ക് മാനുവലായിട്ട് ഈ സിഗ്നൽ നമുക്ക് മെഷർ ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ ഞാൻ ഈ സിഗ്നലിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാം. നമുക്കറിയാം ഒരു ഡിവിഷൻ, ഒരു സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് 0 ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ഡിവിഷൻ 1 വോൾട്ടാണ്. അപ്പോൾ 1 2 3 ഓൾമോസ്റ്റ് 3
വോൾട്ടേജിൻ്റെ അടുത്ത് ഈ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യുക മാനുവലി. അതേപോലെ തന്നെ നമുക്ക് ടൈം മെഷർ ചെയ്യാം. നമ്മൾ ടൈം ഇവിടെ 1 മില്ലി സെക്കൻഡാണ്. അപ്പോൾ ഒരു പൾസിൻ്റെ ടൈം ഓൾമോസ്റ്റ് 2 മില്ലി സെക്കൻഡാണ് കാണിക്കുന്നത് ഇവിടെ. ഒരു പൾസ് അപ്പ് പൾസും ഡൗൺ പൾസും കൂടെ 1 മില്ലി സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 1/1 മില്ലി സെക്കൻഡ് ഓൾമോസ്റ്റ് 1 കിലോ ഹെർട്സ് വരും. ഇങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ സ്കെയിലും ഹൊറിസോണ്ടൽ സ്കെയിലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചാനൽ 2 സെലക്ട് ചെയ്യാം. അതുപോലെ അത് ചാനൽ 2ൽ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് ഓഫ് ചെയ്യാം. ഒരു പ്രസ്സിൽ അത് ആക്റ്റീവ് ആവും. ഇതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മെയിൻ മെനു ആണ്. അതായത് മെയിൻ മെനു ഉള്ളത് ഒരു 6 ബട്ടണുള്ളത്. ഒന്ന് മെഷർ, ഒന്ന് അക്വർ, സ്റ്റോറേജ്, കഴ്സർ, ഡിസ്പ്ലേ, യൂട്ടിലിറ്റി. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൺ സ്റ്റോപ്പ് ഓട്ടോ ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റൺ സ്റ്റോപ്പ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓസിലോസ്കോപ്പ് ഫ്രീസ് ആവും. ഇപ്പോൾ കറണ്ട് ആ പോയിന്റിലുള്ള നമ്മൾ ആ സ്റ്റോപ്പ് നോക്കി കഴിഞ്ഞാൽ പോയിന്റിലുള്ള സിഗ്നൽ മാത്രമേ അവിടെ ഡിസ്പ്ലേ ആയിക്കുള്ളൂ. ഓട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഓട്ടോ നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ് സെറ്റിങ്ങിലേക്ക് ഓസിലോസ്കോപ്പ് തിരിച്ചു പോകും. ഇവിടെ ഉള്ളത് മെഷർ, അക്വയർ, സ്റ്റോറേജ്, കഴ്സർ, ഡിസ്പ്ലേ, യൂട്ടിലിറ്റിയാണ്. നമ്മൾ എന്താണ് മെഷർ നോക്കാം. മെഷർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ് മെനു വരും. സോഫ്റ്റ് കീ ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മൾ ചാനൽ 1 ആണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ വോൾട്ടേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വേവ് ഫോമിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഇവിടെ മെഷർ ചെയ്യാൻ കഴിയും. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം. ഇതാണ് വി മാക്സ്, ഒരു വേവ് ഫോമിൻ്റെ. ഓൾറെഡി ഇവിടെ നമുക്ക് ആ വേവ് ഫോമിൻ്റെ ഷേപ്പ് കാണാൻ കഴിയും. ഒരു വേവ് ഫോമിൻ്റെ മാക്സിമം വോൾട്ടേജാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മളെ മൗസ് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ആഡ് ആവും, വി മാക്സ്. അതുപോലെ തന്നെ മിനിമം ആഡ് ചെയ്യാം. വി പീക്ക് ടു പീക്ക്, ഇതിപ്പോൾ ഞാൻ പീക്ക് ടു പീക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പീക്ക് ടു പീക്ക് 3 വോൾട്ടാണ്. നമ്മൾ നേരത്തെ മെഷർ ചെയ്ത വോൾട്ടേജാണ്. നമ്മൾ മാനുവലി നമ്മൾ നേരത്തെ മെഷർ ചെയ്തല്ലോ. അതുപോലെ വി ടോപ്പ്, വി ബേസ്. നിങ്ങൾക്ക് ആ വേവ് ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ തന്നെ എന്താണത് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ വി ആവറേജ്, വി ആർ എം എസ്, ഓവർഷൂട്ട്. ഓവർഷൂട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ വേവ് ഫോം റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെ ഒരു നോർമൽ ലിമിറ്റിൽ നിന്ന് ഒരു ഓവർഷൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഓവർഷൂട്ട് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാം. അതുപോലെ പ്രീ ഷൂട്ട് മെഷർ ചെയ്യാം. ഓവർഷൂട്ടിൻ്റെ ഒരു ഓപ്പോസിറ്റ് മെഷർമെൻറ്റാണ് പ്രീ ഷൂട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷർ ചെയ്യാം ഈ മെഷർ മെനുവിൽ നിന്ന്. ഈ ഒരു ബട്ടൺ നമുക്ക് ബാക്ക് ബട്ടണായിട്ട് ഉപയോഗിക്കാം. ഇനിയുള്ളത് കേഴ്സറാണ്. കേഴ്സർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാനുവലി ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഒരു വേവ് ഫോമിൻ്റെ ടോപ്പും ബോട്ടമും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ ഒരു റേഞ്ചും നമുക്ക് മെഷർ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. കേഴ്സർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോയിൽ നിന്ന് നമ്മൾ മൗസ് പോയിൻ്റർ തിരിച്ചുകൊണ്ട് മാനുവലിലേക്ക് ഇടണം. മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വൈറ്റ് ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ ഒരു യെല്ലോ ഹൊറിസോണ്ടൽ ലൈനും വന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളെ മൗസ് പോയിൻ്ററൊക്കെ പോലെ തന്നെ നമുക്കിത് വോൾട്ടേജ് ടൈം, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈം പീരീഡ് മെഷർ ചെയ്ത് നോക്കാം. വൈറ്റ് സ്റ്റാർട്ടിങ്, ഒരു വേവ് ഫോമിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ പീരീഡ് ഓക്കെ. വൈറ്റ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കേഴ്സർ എ ആണ് വൈറ്റ്. ഇവിടെ മെനുവിൽ കാണാം. കേഴ്സർ ബി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കേഴ്സർ ബിയിലോട്ട് പോകും. കേഴ്സർ ബി ഞാൻ അതിൻ്റെ ടൈം പീരീഡ് എൻഡ് ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീഡ് ചെയ്യാൻ കഴിയും കഴ്സർ എ സ്റ്റാർട്ടിങ് -2 millisecond, കഴ്സർ ബി സ്റ്റാർട്ടിങ് -1 millisecond. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 1 millisecond ആണ്, അതായത് ഫ്രീക്വൻസി 1 kHz. നമ്മൾ നേരത്തെ മാനുവലായിട്ട് ഒരു ടൈം ഡിവിഷൻ വെച്ച് ഇത് മെഷർ ചെയ്താണ് 1 kHz. അതാണ് ഒറിസോണ്ടൽ കഴ്സർ. ഇനി നമുക്ക് വെർട്ടിക്കൽ കഴ്സർ സെലക്ട് ചെയ്യണമെങ്കിൽ സെയിം കഴ്സർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെനു വരും. അതിൽ നിന്ന് ഇവിടെ ടൈപ്പ് ഉണ്ട്. ടൈപ്പിൽ എക്സ് ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചത്, ഇപ്പോൾ നമ്മൾ വൈ ആക്കി. വൈ ആക്കിയിട്ട് സെയിം നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ കഴ്സർ എ നമ്മൾ കഴ്സർ എ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിൽ വെക്കുന്നു. കഴ്സർ ബി നമ്മൾ അതിൻ്റെ ടോപ്പിൽ വെക്കുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് നേരത്തെ മെഷർ ചെയ്ത പോലെ തന്നെ നമുക്ക് കഴ്സർ എ -80 millivolt, കഴ്സർ ബി 2.92 millivolt. ഇതിൻ്റെ ഡിഫറൻസ് 3 volt, അതായത് പീക്ക് ടു പീക്ക് 3 volt. നമ്മൾ നേരത്തെ മാനുവലായിട്ട് മെഷർ ചെയ്തതുപോലെ ഓട്ടോമാറ്റിക് മെഷർമെൻറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്തതാണ് 3 volt. അതാണ് കഴ്സർ മെഷർമെൻറ്റ്. നമ്മൾ കഴ്സറിൻ്റെ മാനുവൽ മോഡിൽ നിന്ന് നമുക്ക് ട്രാക്ക് മോഡിലോട്ട് പോകാം. എന്താണ് ട്രാക്ക് മോഡ്? ട്രാക്ക് മോഡിൽ നമ്മുടെ ഓസിലോസ്കോപ്പ് ഓട്ടോമാറ്റിക്കലി പീക്കുകളെ ഡിക്റ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഒരു പീക്കിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ പീക്ക് ഡൗൺ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടികൾ ഇവിടെ നമുക്ക് മെഷർ ചെയ്യാം. വൈ എക്സ് പൊസിഷൻ കിടക്കുന്നത് -78 microsecond പോയിന്റിലാണ്. അതുപോലെ വൈ പൊസിഷനിൽ കിടക്കുന്നത് 2.88 പോയിന്റിലാണ്. നമ്മൾ ജസ്റ്റ് മൗസ് പോയിൻ്റർ പോലെ ഒരു ഫങ്ഷണാലിറ്റിയാണിത്. നമുക്ക് ഇവിടെ ആ പോയിന്റുകളിലെ ഓരോ മെഷർമെൻറ്റും കാണിക്കും. നമ്മളെ വൈ പെയറും ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇത് ഒരു പ്രസ് നോക്കി കഴിഞ്ഞാൽ അത് വൈ പെയറിലേക്ക് പോകും. അപ്പോൾ നമുക്കവിടെ വൈ പെയറിൻ്റെ മെഷർമെൻറ്റും കാണിക്കും. അതാണ് ട്രാക്ക് മോഡ്. പിന്നെ ഇവിടെ ഉള്ളത് അക്വയർ മോഡാണ്. അക്വയർ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിലെ നമ്മൾ ഓസിലോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഒരു സിഗ്നലിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾക്ക് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അതിലുള്ള സാമ്പിളിംഗ് റേറ്റ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ, സാമ്പിളിംഗ് ഇങ്ങനെ തുടങ്ങിയ സിഗ്നൽ പ്രോസസ്സിങ് പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അക്വസേഷൻ, നമുക്ക് നോർമൽ, ആവറേജ് നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് മാറ്റാം, ഇതിൻ്റെ വാല്യൂസ് മാറ്റാം. അതുപോലെ സാമ്പിളിംഗ് മാറ്റാം, മെമ്മറി. അതുപോലെ ഇത് നമ്മളെ ഒരു ഓസിലോസ്കോപ്പ് ഒരു സിഗ്നലിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്തിട്ട് പ്രോസസ്സിങ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്തിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പം മെമ്മറി ഡെപ്ത്ത് നമുക്ക് മാറ്റാം, ലോങ് മെമ്മറി ആക്കാം. ഇതൊക്കെ നമ്മൾ സിഗ്നലിൻ്റെ ക്യാപ്ചറിങ് ആൻഡ് ഡിസ്പ്ലേ പാരാമീറ്റേഴ്സിനെ ബാധിക്കുന്നതാണ്. അതാണ് അക്വയർ മോഡ്. പിന്നുള്ളത് യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റിംഗ്, സൗണ്ട്, കൗണ്ടർ, ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നിവ പോലെയാണ്. പിന്നെ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ഡിസ്പ്ലേ, ഇൻറ്റൻസിറ്റി, അതുപോലെ ഗ്രിഡ്, ബ്രൈറ്റ്നസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ബട്ടണിൽ ചെക്ക് ചെയ്യാം. പിന്നെ സ്റ്റോറേജ് എന്നുള്ളൊരു ഫങ്ഷനാലിറ്റി ഉണ്ട് ഇവിടെ. നമുക്ക് വേവ് ഫോം നമുക്ക് സ്റ്റോർ ചെയ്യാം. വേവ് ഫോമായിട്ട് തന്നെ പിക്ചറായിട്ട് സ്റ്റോർ ചെയ്യാം, ഇതിൻ്റെ സെറ്റ് ഫയൽ സ്റ്റോർ ചെയ്യാം, ബിറ്റ് മാപ്പ് ഫയലായിട്ട്, CSV ഫയലായിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിനാണ് ഇവിടെ USB ഉള്ളത്. ഇതുകൂടാതെ നമ്മളെ ഓസിലോസ്കോപ്പിൽ ഒരു മാത്ത് ഫംഗ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്ത് ഫംഗ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയ A+B, രണ്ട് ഇപ്പോൾ ചാനൽ എയും ബിയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A+B ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്
നമുക്കിവിടെ കാണാൻ കഴിയും. അത് വലിയൊരു ഞാൻ ചാനൽ 2 ഓണാക്കാം. അപ്പോൾ നമ്മൾ ഈ 2 ചാനലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സിഗ്നൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് A-B ചെയ്യാം. അപ്പോൾ നോയ്സ് മാത്രമേ വരുള്ളൂ. എന്നാൽ സിഗ്നൽ ക്യാൻസൽ ആയിപ്പോകും. A/B ചെയ്യാം. പിന്നെ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ സ്ക്വയർ വേവിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ ഫിൽറ്ററിങ് വിൻഡോസ് ഉണ്ട് അവിടെ. ഹാമിങ് വിൻഡോ, ബ്ലാക്ക്മാൻ വിൻഡോ, അങ്ങനത്തെ വിൻഡോസൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷനാലിറ്റിയാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ ഓസിലോസ്കോപ്പിൽ കണ്ടത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. Thank you for watching.